ഇസാക്ക്, അമേരിക്കയും ഇറാനും ഒത്തുതീർപ്പാകുമോ, ധാരണയാകുമോ? അമേരിക്കയും ഇറാന്റെയും വിഷയങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇറാനെ പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഈ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളെ പോലെയോ അറേബ്യൻ രാജ്യങ്ങളെ പോലെയോ ഉള്ള ഒരു രാജ്യമല്ല ഇറാൻ എന്നുള്ളത്. ഇറാന് വലിയ താല്പര്യങ്ങളുണ്ട്. ഇറാൻ എന്നുള്ളത് പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ബാക്കി പാത്രമാണ്. അങ്ങനെ വലിയ താല്പര്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അത് ഇറാൻ എന്നുള്ളത് ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ബാക്കിയുള്ള അറബ് രാജ്യങ്ങളൊക്കെ ഷിയ വിഭാഗം അവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഭരണമടക്കം കൈകാര്യം ചെയ്യുന്നുള്ളത് സുന്നി വിഭാഗമാണ്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നുള്ള രാജ്യം ഒരു ഷിയ കേന്ദ്രീകൃത രാജ്യമാണ് എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഈ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമേനിക്ക് ഒരു കത്തയച്ചിരിക്കുന്നത്. അതായത് ഈ മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല ഇറാൻ. മറ്റുള്ള രാജ്യങ്ങളിൽ സാധാരണഗതിയിൽ അവിടുത്തെ പ്രസിഡന്റിന് കത്തെഴുതാറുണ്ട്, അവിടുത്തെ പ്രധാനമന്ത്രിമാർക്ക് കത്തെഴുതാറുണ്ട്. പക്ഷേ ഇറാനിൽ ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഡൊണാൾഡ് ട്രംപ് അവിടെ കത്തെഴുതിയിരിക്കുന്നത് ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് പറയുന്നത് അവിടുത്തെ പരമോന്നത നേതാവിനോടാണ്, ആത്മീയ നേതാവിനോടാണ്. ഇത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇറാൻ എന്നുള്ള രാജ്യത്ത് ആര് പ്രസിഡന്റ് പദവി അലങ്കരിച്ചാലും അല്ലെങ്കിൽ ആര് മറ്റുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകൾ അലങ്കരിച്ചാൽ പോലും അവിടുത്തെ അവസാന വാക്ക് എന്നുള്ളത് പരമോന്നത നേതാവിൻ്റെതാണ്, അവരുടെ ആത്മീയ നേതാവിൻ്റെതാണ്. അതുകൊണ്ട് കൂടിയാണ് അലി ഖമേനിക്ക് ഇത്തരം ഒരു കത്തെഴുതാൻ ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം എന്നുള്ളത്. ഇത്തരം കാര്യം ഡൊണാൾഡ് ട്രംപ് ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഇറാന്റെ സാഹചര്യമാണ് എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു ഷിയ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയ്ക്ക് അവരുടെ അവസാന വാക്കാണ്. ഒരിക്കലും തങ്ങളുടെ നേതാവിന് തെറ്റുപറ്റില്ല എന്ന് വിശ്വസിക്കുകയും അത്തരത്തിൽ അവരുടെ വിശ്വാസധാര ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഷിയ വിഭാഗം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ അവസാന വാക്കായ അലി ഖമേനിക്ക് മാത്രമേ ഈ ചർച്ചകൾക്കോ അല്ലെങ്കിൽ ഈ തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള അവസാന വാക്ക് എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ അലി ഖമേനിക്ക് ഈ കത്തെഴുതാനുള്ള കാരണം എന്നുള്ളത്. ഇതിന് മറുപടി അലി ഖമേനി തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഇതൊക്കെ കേന്ദ്രീകരിക്കുന്നത് ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നേരത്തെ ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇറാനുമായിട്ടുള്ള വലിയ ചർച്ചകൾ അമേരിക്ക നടത്തിയിരുന്നു, ധാരണയായിരുന്നു, ഉപരോധങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു. നേരത്തെ അത് ഡൊണാൾഡ് ട്രംപിന്റെ സമയത്താണ് അത് സംഭവിച്ചത്. അതിനുശേഷം വീണ്ടും ഈ ഖാസിം സുലൈമാനിയുടെ കൊലപാതകവും അതിനുശേഷം വലിയ പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാവുന്നു. അങ്ങനെ വീണ്ടും ആ കരാറുകൾ റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുന്നു, വീണ്ടും ഉപരോധങ്ങൾ വരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഖാസിം സുലൈമാനിയുടെ അമേരിക്ക നടത്തിയ വധത്തിന് ശേഷം അമേരിക്കയുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾക്ക് അതിനുശേഷം ഇറാൻ മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഇപ്പോഴേ ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു കരാറുമായിട്ട്, ഇത്തരം ഒരു ചർച്ചയുമായിട്ട് വരുന്നുള്ളത് അമേരിക്കയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും നയങ്ങളുടെ ഭാഗമായിട്ടാണ്. മറ്റുള്ള അറബ് നേരത്തെ ഉണ്ടായിരുന്ന ആ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനെ പോലെയല്ല ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത്. ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെതായ താല്പര്യങ്ങളുണ്ട്, എലൺ മസ്കിന്റെ താല്പര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ബിസിനസ് താല്പര്യങ്ങളാൽ മുൻനിർത്തിയിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത്. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഏറ്റവും നല്ല അവസരമാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാം, അമേരിക്കയുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാം, മറ്റുള്ള അമേരിക്കൻ പിന്തുണക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ഉപരോധ പ്രശ്നങ്ങളടക്കം അവസാനിപ്പിക്കാം, പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളുടെ. ഇങ്ങനെ ലോകത്ത് അമേരിക്കൻ വ്യവസ്ഥിതിയിൽ അതിന്റെ കീഴിൽ അണിനിരക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ഉപരോധങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ശക്തിയാവാനുള്ള അവസരമാണ് ഇറാന് കൈവന്നിരിക്കുന്നത്. ഫലത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ലോക വ്യവസ്ഥിതിയിൽ ലോക വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഏറ്റവും നല്ല അവസരമായി വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്. കാരണം ഒരുപാട് വർഷത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഷാ പഹ്ലവിയെ അട്ടിമറിച്ചുകൊണ്ട് അയത്തുള്ള അലി ഖമേനിയുടെ വിപ്ലവം നടക്കുകയും അതിനുശേഷം പുതിയ ഭരണക്രമം ഇറാൻ എന്നുള്ള രാജ്യത്ത് വരികയും പുതിയ സൈനിക മേധാവിത്വം വരികയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, വളരെ പരിഷ്കാരങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ
അമേരിക്കൻ പിന്തുണയുള്ള രാജ്യങ്ങളും ഇറാനെതിരെ ഉപരോധങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇത് വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു. നേരത്തെ അറിയാവുന്നതാണ് നമുക്ക്. ഒരു പേർഷ്യയിലേക്ക് പോകുക, പേർഷ്യ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ലോകത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആ ഒരു വ്യവസ്ഥിതിയിൽ വലിയ ശക്തിയായിരുന്ന പേർഷ്യയിൽ നിന്നും ഇന്നത്തെ ഇറാനിലേക്കുള്ള മാറ്റം എന്നുള്ളത് ഈ ഒരു ഉപരോധങ്ങളുടെ ഭാഗമായിട്ടാണ്. വലിയ സാമ്പത്തിക ഞെരുക്കം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ അമേരിക്കയുടെയും ബന്ധപ്പെട്ട ലോക രാഷ്ട്രങ്ങളുടെയും ലോകശക്തികളുടെയും ഉപരോധങ്ങളായിരുന്നു. ഈ ഉപരോധങ്ങളെ ഇറാൻ അതിജീവിച്ചത് യഥാർത്ഥത്തിൽ അവരുടേതായ രീതിയിൽ സ്വന്തം നിലക്ക് ഈ ഉപരോധങ്ങൾക്കെതിരെ സ്വന്തം നിലക്കുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കിക്കൊണ്ട്, അവരുടേതായ വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ട്, അവരുടേതായ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടാണ് ഇതിനെ അതിജീവിച്ചിട്ടുള്ളത്. ഇത് വളരെ വർഷങ്ങളെടുത്ത ഒരു പ്രക്രിയയാണ്. ഒരുപാട് സമയത്തെ പ്രശ്നങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറാൻ എന്നുള്ള രാജ്യം, അതിൻ്റെ രാഷ്ട്രത്തലവന്മാർ മുതൽ ഈ പറയപ്പെടുന്ന പരമോന്നത നേതാവ് വരെ വളരെ ലളിതമായ ജീവിതം മുമ്പോട്ട് നയിക്കുകയും വളരെ ലാളിത്യമുള്ള ജീവിതം നയിക്കുകയും അങ്ങനെ ആ ലാളിത്യ ജീവിതത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇല്ലാതാക്കി നിലവിലുള്ള അവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇറാന്റെ കഴിഞ്ഞ കാല ചരിത്രം എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലാണ് ഇത്തരം ഒരു ഓഫർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യം അമേരിക്കയുടെയും ബന്ധപ്പെട്ട ശക്തികളുടെയും കയ്യിൽ നിന്നും ഉള്ളത്. അമേരിക്ക ഉപരോധം അവസാനിപ്പിച്ചാൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കും. ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളും അവസാനിക്കും. ഇങ്ങനെ ഇതൊക്കെ അവസാനിച്ചാൽ സ്വാഭാവികമായിട്ടും ഇറാൻ എന്നുള്ള രാജ്യത്തിന് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനും ഇന്ന് മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ മുമ്പോട്ട് സാമ്പത്തികമായി വളരാനും സാധിക്കും. പക്ഷേ ഈ ഡൊണാൾഡ് ട്രംപിന്റെ കത്തിന് കൃത്യമായിട്ട് അലി ഖമേനി ഒരു മറുപടി നൽകിയിരിക്കുന്നു. അതായത് പരമോന്നത നേതാവ് തന്നെ ഒരു മറുപടി നൽകിയിരിക്കുന്നു. ആ മറുപടികൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ഇത്രയും കാലം തുടരുന്ന ഏത് രീതിയാണോ നിങ്ങൾക്കെതിരെയുള്ളത് അത് തന്നെ തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ്. വളരെ ശക്തമായ പ്രതികരണമായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോഴും ഇറാന്റെ പ്രസിഡന്റ് പെഷസ്കിയാൻ അടക്കമുള്ള ആളുകൾക്ക് ഈ ഒരു ചർച്ചയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അവസാന വാക്ക് എന്നുള്ളത് അത് പരമോന്നത നേതാവായ അലി ഖമേനിയുടേതാണ്, ഈ പരമോന്നത സഭയുടേതാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറമുള്ള ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ നിലവിലുള്ള പ്രസിഡന്റിനോ ബാക്കിയുള്ള മേധാവികൾക്കോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അലി ഖമേനി സൈനിക നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചർച്ചയുമായിട്ട് മുമ്പോട്ട് പോകേണ്ടതില്ല എന്നുള്ളത്. ഇറാന്റെ ആണവ സാധ്യതകളെ പറ്റി പറയുമ്പോൾ ഇറാൻ തങ്ങൾ ആണവ ആയുധം ഉണ്ടാക്കില്ലെന്നും ഞങ്ങൾ മറ്റുള്ള ഊർജോൽപാദനത്തിന് വേണ്ടിയാണ് ആണവ വികസനം നടത്തുന്നുള്ളത് എന്നുമാണ് ഇറാന്റെ അവകാശവാദം എന്നുള്ളത്. അതുകൂടാതെ തന്നെ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായി, മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായി സ്വന്തം നിലയ്ക്ക് ഹൈപ്പർസോണിക് മിസൈൽ അടക്കം അത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഇറാൻ എന്നുള്ളത്. അതുകൂടാതെ തന്നെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ വലിയ യുദ്ധവിമാനങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുകയും ചെറുത്തു തോൽപ്പിക്കുകയും ആ ആക്രമണങ്ങൾ ഇറാന്റെ മണ്ണിൽ പതിയാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. അങ്ങനെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഹൈപ്പർസോണിക് മിസൈൽ അടക്കം വികസിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതിൽ അമേരിക്ക പറയുന്നുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഇറാൻ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൃത്യമായിട്ട് ഈ ഫലസ്തീൻ കോഴ്സിനുള്ള പിന്തുണ അവസാനിപ്പിക്കുക. അതായത് ഹമാസിനും ഫലസ്തീനിലെ മറ്റു പോരാട്ട പ്രസ്ഥാനങ്ങൾക്കും നൽകുന്ന പിന്തുണ ഇറാൻ അവസാനിപ്പിക്കണം. അവർക്ക് നൽകുന്ന എല്ലാ പിന്തുണകളും, സൈനികമായി നൽകുന്ന പിന്തുണ, ടെക്നോളജിപരമായി, ആയുധപരമായി, സായുധപരമായി നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണം. മറ്റൊന്ന്, ഈ ലെബനനിലെ ഹിസ്ബുള്ളയുമായിട്ടുള്ള സഹായങ്ങൾ അവസാനിപ്പിക്കണം. ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ സൈനികമായിട്ട് അല്ലെങ്കിൽ ആയുധപരമായിട്ടൊക്കെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ യമനിലെ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും തീരുമാനമുണ്ടാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ
ഈ ഒരു ആണവ ചർച്ചക്കും അതുപോലെ തന്നെ ഇറാന് അവരുടേതായ ഉപരോധങ്ങൾ അവസാനിപ്പിക്കാനും അതുമൂലം വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും കഴിയൂ എന്നാണ് അമേരിക്ക പറയുന്നുള്ളത്. അമേരിക്കയുടെ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്നുള്ളത് ഫലസ്തീൻ കോഴ്സിനെ പിന്തുണക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ ലെബനനിലെ ഹിസ്ബുള്ളയൊക്കെ പിന്തുണക്കുന്നില്ല ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ ഈ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിൽ നിരന്തരമായ ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിച്ച ഹൂത്തികളെ അടക്കം നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യമെന്നുള്ളത്. പക്ഷേ ഇറാൻ ഇതിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതാണ് പരമോന്നത നേതാവിന്റെ മറുപടി എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തങ്ങൾ സന്നദ്ധരല്ല എന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വഴങ്ങില്ല എന്നുമുള്ള ഒരു നിലപാടാണ് വീണ്ടും ഇറാൻ ആവർത്തിച്ചിരിക്കുന്നത്. അതായത് ഇറാൻ കാലങ്ങളായിട്ട് പിന്തുടർന്നു പോരുന്ന ആ നിലപാടുകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫലത്തിൽ ലോകത്തുണ്ടാകുന്ന സമാധാന ശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ട് പരസ്പര ധാരണകളോടെ, പരസ്പര സഹകരണത്തോടെ, ആയിട്ടുള്ള ചർച്ചകളിലൂടെ സമാധാനമുണ്ടായാൽ ലോകത്തിന് അത് വലിയ സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന കാര്യമാണ്. പക്ഷെ ഇറാൻ എന്നുള്ള രാജ്യം പാരമ്പര്യമായിട്ട് അവർ പിന്തുടരുന്ന അവരുടെ പോളിസി എന്നുള്ളത് അത് അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധമാണ്. ആ വിരുദ്ധമായ പോളിസി അവർ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ എന്നുള്ളത്, അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇറാന് തയ്യാറാവാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ തയ്യാറായാൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയാൽ ഇറാൻ ഇന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സർവ്വ വിഭവങ്ങളും, അവരുടെ സൈനിക ശക്തിയും അവരുടെ ആയുധ ശക്തിയും അവർ സ്വന്തം നിലക്ക് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ടെക്നോളജി പരമായ അവരുടെ എല്ലാ വികാസങ്ങളും ഈ ശക്തികൾക്ക് മുമ്പിൽ, അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുമ്പിൽ അടിയറ വെക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഫലത്തിൽ വലിയ നിലവിലുള്ള സാഹചര്യത്തിൽ സാമ്പത്തികമായി ഒരുപാട് പരാധീനകൾ ഉണ്ടെങ്കിലും, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, വലിയ രീതിയിലുള്ള സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ നിലപാടുകളിൽ, അല്ലെങ്കിൽ സൈനിക ശക്തിയിൽ, അല്ലെങ്കിൽ ആയുധ ശക്തിയിൽ, അല്ലെങ്കിൽ അവരെടുക്കുന്ന നിലപാടുകളിൽ ലോകത്തിനു മുമ്പിൽ ഇറാന് ഇപ്പോഴും നിർണായകമായ സ്വാധീനമുണ്ട്. അവരുടെ ശക്തി എന്നുള്ളത് കഴിഞ്ഞ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്താൻ ഇന്ന് ലോകത്ത് തയ്യാറായ ഒരേ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിന് പോലും ശക്തിയുള്ള ഒരു രാജ്യമായി ഇറാൻ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും വലിയ ലോകത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട സാധ്യത എന്നുള്ളത്. ലോകത്തിന് മുമ്പിൽ ഇറാന്റെ വീര്യം എന്നുള്ളത്, ആ വീര്യങ്ങൾ അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ല. ഈ ഒരു സാമ്പത്തികമായ വലിയ മേൽക്കോയ്മ ഇത്തരം ചർച്ചകളിലൂടെ, ധാരണകളിലൂടെ, സംസാരങ്ങളിലൂടെ, കരാറുകളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിലും അവരുടെ നിലപാടുകൾ അതുകൊണ്ട് അസ്തമിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവാൻ പോവുക എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് കൂടിയാണ് അവരുടെ നിലവിലുള്ള പോളിസി തന്നെ തുടരാനും ആത്മീയ നേതാവ് അവരുടെ നിലപാടുകൾ ഉറച്ചു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഈ ചെറുത്തുനിൽപ്പ് ശക്തികൾക്ക്, ഹമാസ് അടക്കമുള്ള, ഹിസ്ബുള്ള അടക്കമുള്ള, അല്ലെങ്കിൽ ഹൂത്തികൾ അടക്കമുള്ള ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് കൃത്യമായിട്ട് പിന്തുണ നൽകിക്കൊണ്ട് ഇരിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇറാന് അത് പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത് ഇറാൻ ഉദ്ദേശിക്കുന്നുള്ളത്, ഇറാൻ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് ഈ ഒരു സഹായങ്ങൾ ഈ കക്ഷികൾക്ക് നൽകുന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് വലിയ രീതിയിലുള്ള പിന്തുണ ഇറാൻ എന്നുള്ള രാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ തുഫാൻ അക്രമണത്തിന് ശേഷം ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ നരനായാട്ടായിരുന്നു. ഈ നരനാട്ട് നടക്കുന്ന സമയത്ത്, വലിയ അധിനിവേശം ഇസ്രായേൽ നടത്തുന്ന സമയത്ത് ഹമാസിനൊപ്പം, ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾക്കൊപ്പം ചെറുത്തുനിന്ന കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഈ യമനിലെ ഹൂത്തികളും വലിയ പിന്തുണ ലോകത്തിന്റെ വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും, മുസ്ലിം പക്ഷത്തു നിന്നും ലഭിച്ചിരുന്നു. അതല്ലാതെ കൂടി ലോകത്തിന്റെ പിന്തുണ ഈ കക്ഷികൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കക്ഷികൾ ചെറുത്തു നിന്നത് കൊണ്ട് തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച കക്ഷി എന്നുള്ള നിലയ്ക്ക് ഇറാനും സ്വാഭാവികമായിട്ടും അതിൽ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മറ്റുള്ള സുന്നി രാജ്യങ്ങളായ അറേബ്യൻ രാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇറാന് എന്നുള്ളതാണ്. ഇറാന് മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളൊക്കെ അവർ ഒരു സുന്നി വിഭാഗമായ ഫലസ്തീനികളെ സഹായിക്കാൻ അറേബ്യൻ രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ള
ഒരു സിറ്റുവേഷൻ, അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ, അത്തരം ഒരു ചിന്താഗതി ഇവിടുത്തെ ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൽ നിന്നും വിഭിന്നമായ കാര്യങ്ങൾ ചെയ്താൽ നിലവിൽ തങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മേൽക്കോയ്മയും തങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ അഭിപ്രായങ്ങളും നിലനിർത്താനും മുസ്ലിം ലോകത്ത് തങ്ങൾക്കുണ്ടാക്കുന്ന മേധാവിത്വം ഇല്ലാതാക്കാനും ഇറാന് താല്പര്യമില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് കൂടിയാണ് ഇറാൻ അവരുടെ നിലവിലുള്ള ഇതുവരെ ഉണ്ടായിരുന്ന നിലപാടുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ തയ്യാറായിട്ടുള്ളത്.